അയ്യപ്പോ. ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ശബരിമലയ്ക്ക് പോവാട്ടോ. ഞാൻ എൻ്റെ നാട്ടിലുള്ള ശ്രീ പരിഹാരപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് കെട്ടൊക്കെ നിറച്ച് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിതാ കരിമല വഴിക്കാട്ടോ ശബരിമലയ്ക്ക് പോകുന്നത്. കോഴിക്കോടുള്ള ശ്രീകണ്ഠേശ്വര ട്രാവൽസിൻ്റെ ബസ്സിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാ കെട്ടറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ. രാവിലെ ആയിരുന്നു കെട്ടുനിറ. 10-11 ആകുമ്പോൾ ബസ് വരുന്നവർ പറഞ്ഞത്. ബസ് എൻ്റെ നാടായ രാമനാട്ടുകര അങ്ങാടിയിലേക്ക് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതാ കെട്ടൊക്കെ നിറച്ച് അമ്പലത്തിൽ തേങ്ങയൊക്കെ ഉടച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ രാമനാട്ടുകര അങ്ങാടിയിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് പോകാനുള്ള ബസ് വന്നിട്ടോ. ശ്രീകണ്ഠേശ്വര ട്രാവൽസിൻ്റെ ടൂറിസ്റ്റ് ബസ്. ഈ ബസ്സിലാട്ടോ ഞാൻ യാത്ര പോകുന്നത് ശബരിമലയ്ക്ക്. അങ്ങനെ ബസ് വന്ന് ബസ് കയറി കെട്ടും സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് ബസ്സിലിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബസ്സൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ, തൃപ്പയാറ്, കൊടുങ്ങല്ലൂർ, ചോട്ടാനിക്കൽ എന്നീ 4 അമ്പലത്തിലാട്ടോ പോകുന്നത്. ചോട്ടാനിക്കലാണ് സ്റ്റേ. അങ്ങനെ 1:30 ആയപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു ഹോട്ടലാണ് അവിടെ നിർത്തിയിട്ടോ. തിരൂര് കഴിഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നിർത്തിയത്. ശ്രീ ഗണപതി ഭവൻ എന്ന് പറഞ്ഞൊരു പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലായിട്ടാണ് നിർത്തിയത്. അവിടെ നിന്ന് എല്ലാവരും നല്ല വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഗുരുവായൂരായിട്ടോ നിർത്തുക. അപ്പോൾ വണ്ടി കയറിയപ്പോൾ ഗൈഡിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. പിന്നെ ഗൈഡിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടോ. ഗൈഡിന്റെ പേര് മനോജേട്ടനാണ്. മനോജേട്ടൻ ഒരു അടിപൊളി ഗൈഡിനായിരുന്നു കേട്ടോ. കുറെ നോർത്തിലും പിന്നെ ശ്രീകണ്ഠേശ്വര ട്രാവൽസിൽ കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗൈഡും കൂടിയാണ്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡിനാണ്. പിന്നെ തേങ്ങ ജഡമാണ്. അതിന് നമ്മൾ ആഴിയിലെറിയാ ചെയ്യല്. ചില സായിമാർ ഒരു വർഷം കൊണ്ടുവരലുണ്ട്. കൊണ്ടുവരാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരാണ്ടിരിക്കുകയും വേണ്ട. ആവശ്യമുള്ളവർക്ക് അതിലെറിയുക. റൂമിൽ തേങ്ങ ഇടുകയും ചെയ്യരുത്. ഇവിടെ റൂമിൽ തേങ്ങ ഇടുകയും ചെയ്യരുത്. മലയ്ക്ക് പോകുമ്പോൾ കാണാൻ ഇവിടെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ എന്താണോ ദേവൻ്റെ വാഹനം എന്ന് വെച്ചാൽ അത് അവിടെ ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ നമ്മളെ ധ്വജസ്തംഭല്ലേ, കൊടിമരത്തിൻ്റെ മുകളിൽ ഉണ്ടാവും. അപ്പോൾ കുതിര ഉറപ്പിച്ച് നമ്മൾ നോക്കണം. നമ്മൾ മലയിൽ പടി കയറുമ്പോൾ ഇതിൻ്റെ മുകളിലുണ്ടാവും, കൊടിമരത്തിൻ്റെ മുകളിലുണ്ടാവും കുതിര. കെടാവളൊക്കെ കണ്ട് എത്ര ആളുണ്ട് ശബരിമലയിൽ? 3 ആളെ. കെടാവളക്ക് പറഞ്ഞാൽ പടിയായിട്ട് കയറുമ്പോൾ ഇടത്തെ സൈഡിൽ, പടി കയറുമ്പോൾ ഇടത്തെ സൈഡിൽ. ഇനി വേണമെങ്കിൽ ഒരു അടയാളോടി പറഞ്ഞുതരാം. ഒരു CRPF-കാരൻ ഒരു തോക്കൊക്കെ പിടിച്ചാണ് നിൽക്കുന്നുണ്ടാവും. അയാളെ നേരെ ഇറക്കില്ല. 3 ആനേൻ്റെ തലയിൽ പിച്ചളിനോട് ഇതാക്കിയ ഗ്ലാസ്സിലാണ്. അങ്ങനെ ബസ്സിലുള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടപ്പോൾ ഗുരുവായൂർ ഏകദേശം എത്താനായിട്ടോ. ഗുരുവായൂർ ഏകദേശം ഒരു 3-3:30 ഞങ്ങൾ എത്തുമ്പോൾ തന്നെ. ഗുരുവായൂർ വടക്കേ നടേൻ്റെ അടുത്താട്ടോ ബസ് പാർക്ക് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഒരു 200 മീറ്റർ അങ്ങോട്ട് നടക്കണം അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പതുക്കെ അമ്പലത്തിലേക്കാണ്ട് നടക്കാൻ തുടങ്ങി. ഇവിടെ 1 മണിക്കൂറാണ് ഞങ്ങൾക്ക് തന്ന ടൈം മൊത്തത്തിൽ. ചായ കുടിക്കാനും പിന്നെ അമ്പലത്തിലൊന്ന് ഉള്ളിൽ കയറി തൊഴുകാനുള്ള സമയം എന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പുറത്തുനിന്നൊക്കെ ഒന്ന് തൊഴുകാന്ന് വിചാരിച്ച് അങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ എത്തിയിട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് അവിടെ അന്നദാനമൊക്കെ കൊടുക്കുന്നത്. ഈ കാണുന്ന നേരെ കാണുന്നതാണ് കുളം. അങ്ങനെ പതുക്കെ നടന്ന് അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് നടക്കുകയാണ്. ഇവിടെ ഒന്നും വലിയ തിരക്കൊന്നും കാണുന്നില്ല. എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയില്ല. 3:30 ആയിട്ടുള്ളൂ. അങ്ങനെ കിഴക്കേ നടേൻ്റെ അടുത്തെത്തിയപ്പോൾ സ്വാമിമാർക്ക് വിശ്രമിക്കാനും വിരി വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആൾക്കാർ ചെറിയൊരു സൗകര്യം ഇവിടെ ചെയ്തു വെച്ചിരുന്നു കേട്ടോ. അവിടെ കുറച്ച് സ്വാമിമാർ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്നു. അപ്പോൾ ക്ഷേത്രക്കുളത്തിൽ പോയിട്ട് കാലൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കാലൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഭഗവാനെ തൊഴുകാമെന്ന് വിചാരിച്ച് ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങി. ക്ഷേത്രക്കുളത്തിലാണെങ്കിൽ നല്ല പായലുണ്ട് കേട്ടോ. തെന്നി വീഴാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അങ്ങനെ സൂക്ഷിച്ച് കാലൊക്കെ ഒന്ന് കഴുകി. ഈ ക്ഷേത്രക്കുളത്ത് നിന്ന് കുളിക്കുമ്പോൾ സോപ്പും എണ്ണയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറേ മീനൊക്കെ ഉള്ളതുകൊണ്ട് ഈ സോപ്പും എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം അത് ചത്തുപോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കാലൊക്കെ കഴുകി നേരെ അമ്പലത്തിലേക്ക് തൊഴുകാൻ വേണ്ടി പോയി.
അങ്ങനെ പോയപ്പോഴാണ് അവിടെ വരിയിൽ ക്യൂവിൽ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്ന സമയത്ത് ക്യൂ മുഴുവൻ ഫുള്ളായിരുന്നു. കാരണം അമ്പലം തുറക്കുന്നൊരു സമയമായതുകൊണ്ടാണ് തോന്നുന്നത്. എല്ലാവരും ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്ത് നിന്ന് ഭഗവാനൊക്കെ തൊഴുതിട്ടോ. നന്നായി തൊഴുതു കഴിഞ്ഞതിന് ശേഷം സൈഡിൽ നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുറേ കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഡാൻസ് ആയിട്ടൊക്കെ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ സൈഡിൽ തന്നെ ഗണപതിൻ്റെ ഒരു അമ്പലം കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയി തൊഴുതു. അവിടെ ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ ഒന്നും എടുത്ത് കാണിക്കാത്തത്. അങ്ങനെ അവിടെയും തൊഴുതു. അപ്പോൾ തന്നെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. ഗുരുവായൂർ കിഴക്കേ നടേൻ്റെ അടുത്ത് തന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വലിയൊരു ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വേണമെങ്കിൽ പുസ്തകം വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് കുറേ പുസ്തകമൊക്കെ വാങ്ങാൻ കിട്ടും. അതേപോലെ കുറേ ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ കല്യാണങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിൽ നിന്നൊക്കെയാണ് ഓരോ ഫംഗ്ഷൻസൊക്കെ ഉണ്ടാവല്. ഇപ്പം എല്ലാ അമ്പലത്തിലും നമുക്ക് ഗൂഗിൾ പേ ആയിട്ടും ഫോൺ പേ ആയിട്ടും ഒക്കെ നമുക്ക് ഭണ്ഡാരത്തിൽ പൈസ കിട്ടും. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലുണ്ട് ഇതേമാതിരി സ്കാനറും QR കോഡൊക്കെ. ഇപ്പോൾ ഏകദേശം എല്ലാ അമ്പലത്തിലും ഉണ്ട്. ഈ കാണുന്ന കേട്ടോ ക്യൂ കോംപ്ലക്സിലേക്കുള്ള വരി, ഉള്ളിൽ കയറി തൊഴുകാനുള്ള. ഇതിൽ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 2 മണിക്കൂർ എന്തായാലും എടുക്കും ഉള്ളിൽ കയറി തൊഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ തന്നെ കുട്ടികൾക്ക് പാൽ കൊടുക്കാനുള്ള ഫീഡിങ് റൂമുണ്ട്. പിന്നെ പോലീസിൻ്റെ ഒരു കൺട്രോൾ റൂമുണ്ട്. പിന്നെ അതാ വലിയൊരു ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണോ പിന്നെ അതേമാതിരി തന്നെ സ്മാർട്ട് വാച്ച് അങ്ങനത്തെ ഒരു സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്ലോക്ക് റൂമിൽ എന്തായാലും വെക്കേണ്ടി വരും. ഈ ക്ലോക്ക് റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുഖം കഴുകേണ്ടവർക്ക് മുഖം കഴുകുക, പിന്നെ ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് അതിനും പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റി ഒന്ന് തൊഴുകാന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചുമരിലൊക്കെ നല്ല ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചേരം ചിത്രങ്ങളൊക്കെ നോക്കി നിന്ന് ഞാൻ അമ്പലം ചുറ്റാൻ തുടങ്ങിയപ്പോൾ ഒരു ആനയൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആനൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന ഏരിയയിലാട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ ആനേനെ കെട്ടിയിടുന്ന സ്ഥലം. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള അനുവാദമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുറത്ത് നിന്നിട്ട് ആനേനൊക്കെ നോക്കാം അവിടെ ആന ഉണ്ടെങ്കിൽ തന്നെ. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ തന്നെ ഗുരുവായൂർ കൃഷ്ണനാട്ടത്തിൻ്റെ വഴിപാട് നിരക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലം എന്താണെന്നൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനം. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് പിന്നെ കുറച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉരൽപ്പുര കണ്ടിട്ടോ. ഇവിടെയാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ആ ഗുരുവായൂരപ്പന് നേദിക്കാനുള്ള അരിയും പിന്നെ അതുപോലെ തന്നെ പായസത്തിലേക്കുള്ള സാധനങ്ങൾ പൊടിക്കുന്നത് കേട്ടോ. ഇത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടേൻ്റെ അടുത്താട്ടോ വരുന്നത്. ഈ പടിഞ്ഞാറേ നടേൻ്റെ അടുത്ത് തന്നെ കേട്ടോ പായസ വിതരണ കൗണ്ടറും. നിങ്ങൾക്ക് പായസമൊക്കെ വേണമെങ്കിൽ സീറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൗണ്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടേക്ക് വരുമ്പോൾ ഒരു ഡബ്ബ വാങ്ങിയിട്ട് വരണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടേൻ്റെ അടുത്ത് കുട്ടികൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന വളയും മാലയും കമ്മലും ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ വാങ്ങാൻ പറ്റുന്ന കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ സമയം ഏകദേശം 4:15 4:30 വരെ നമുക്ക് സമയമുള്ളൂ. കാരണം 3:30 വന്നതാണ് ഇവിടെ 1 മണിക്കൂറോ സമയം തന്നത്. ഈ പച്ച നെറ്റിട്ട സ്ഥലത്താട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ ഈ ഉച്ചയ്ക്കുള്ള അന്നദാനം കൊടുക്കുന്നത്. ഈ കാണുന്നത് അമ്പലത്തിൻ്റെ കുളമാണ്. അവിടേക്ക് ഈ ക്യാമറ അലോഡല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അവിടുത്തെ എല്ലാ വീഡിയോസൊന്നും എടുക്കാത്തത്. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകട്ടെ. തിരിച്ചു പോകുന്ന വഴി ഇതാണ്. ഈ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ മമ്മിയൂർ ശിവക്ഷേത്രത്തിലേക്കും പോകാൻ പറ്റും. ഞങ്ങൾ വന്ന വഴി ഇത് തന്നെയാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. ബസ് വടക്കേ നടേൻ്റെ അടുത്താണ് പാർക്ക് ചെയ്തത്. അവിടെ ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫയർഫോഴ്സിൻ്റെ സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ അടുത്താട്ടോ ബസ് പാർക്ക് ചെയ്തത്. അപ്പോൾ തിരിച്ച് നടന്നു പോവാണ്. നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഈ റൂട്ടിന് പോയാൽ മതി കേട്ടോ. ഈ റൂട്ടിന് പോവുകയാണെങ്കിൽ ഒരു 100-300 മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ മമ്മിയൂർ ശിവക്ഷേത്രത്തിലേക്ക്. അതേമാതിരി തന്നെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടവരാണെങ്കിലും ഈ റൂട്ടിൽ തന്നെ പോന്നാൽ മതി കേട്ടോ. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് 950 മീറ്ററാണ് ഉള്ളത്. മമ്മിയൂർ ശിവക്ഷേത്രത്തിലേക്കാണെങ്കിൽ 250 മീറ്റർ. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഫയർഫോഴ്സിൻ്റെ സ്റ്റേഷൻ. പിന്നെ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട്. ഞങ്ങളെ ബസ് ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഏകദേശം വന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെ ബസ് കയറി ബസ് എടുത്തു. അടുത്തതായിട്ട് ഞങ്ങൾ തൃപ്പയാർ അമ്പലത്തിനെ ലക്ഷ്യം വെച്ചിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ ബസ് എടുത്തു. അങ്ങനെ കുറച്ച് യാത്ര ചെയ്തപ്പോൾ തന്നെ തൃപ്പയാർ അമ്പലത്തിൽ എത്തിയിട്ടോ. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി തൃപ്പയാർ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലത്താണ് വണ്ടി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 100-200 മീറ്റർ നടക്കണം അമ്പലത്തിന് അങ്ങോട്ട് എത്തണമെങ്കിൽ. ഒരു റോഡിൻ്റെ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ റോട്ടിലൊക്കെ.
അങ്ങനെ ആ പതുക്കണ്ട് നടന്ന് നീങ്ങുകയാണ് അമ്പലത്തിൻ്റെ അങ്ങോട്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിനോട് ചേർന്നിട്ട് ഒരു കവാടാണ്. അതിൻ്റെ സൈഡിൽ കുറേ ലോട്ടറി പീടിയും ചായപ്പീടിയൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ചായ കുടിച്ചോളി ലോട്ടറി വാങ്ങിക്കോളി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കേണ്ടേനി കേട്ടോ. അങ്ങനെ വീണ്ടും നടന്ന് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തി. മുന്നിലേക്ക് പോകുമ്പോൾ ഇതാ കുറേ കുട്ടികൾക്ക് വാങ്ങാൻ പറ്റുന്ന ഡ്രസ്സിൻ്റെയും പിന്നെ വളയും മാലയും കമ്മലും പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നടന്ന് അമ്പലത്തിലെത്തി. സൈഡിൽ തന്നെ ഇതാ പൊരിയൊക്കെ വെക്കാൻ നടണ്ടേനെ. അമ്പലത്തിലേക്ക് പിന്നെയും നടക്കാണ്ട് കുറച്ചും കൂടി. അങ്ങനെ നടന്ന് തൃപ്പയാർ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് ഈ തൃപ്പയാർ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ രാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു അമ്പലം കേട്ടോ ഈ തൃപ്പയാർ അമ്പലം. കരുവന്നൂർ പുഴയുടെ തീരത്താണ് ഈ അമ്പലം ഇപ്പം സ്ഥിതി ചെയ്യുന്നത്. 4 അമ്പലങ്ങൾ എന്നറിയപ്പെടുന്ന ദശരഥ രാജാവിൻ്റെ 4 പുത്രന്മാർ താമസിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് ഇത്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഊട്ടുന്നതാണ് കേട്ടോ. മീനിന് ഭക്ഷണം കൊടുക്കുന്നതാണ്. പിന്നെ അതേമാതിരി തന്നെ വെടി വഴിപാട്. ഇവിടെ വരുന്ന എല്ലാവരും മീൻ ഇതുപോലെ അരിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ഈ പുഴയിലേക്ക്. അപ്പം മീനെല്ലാം വന്ന് കൊത്തും. അതൊരു പ്രധാന ഒരു വഴിപാട് കേട്ടോ ഈ തൃപ്പയാർ അമ്പലത്തിലെ. പിന്നെ വെടി വഴിപാട് സീറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് വിളിച്ചുകൊണ്ട് അവിടെ വെടി ഇങ്ങനെ പൊട്ടിക്കും കേട്ടോ കദീനയിൽ. വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്പയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷപ്പെട്ട ഒരു മഹോത്സവമാട്ടോ ഇവിടുത്തത്. പിന്നെ ആ തൃപ്പയാർ അമ്പലത്തിൻ്റെ പുറത്ത് സൈഡിൽ തന്നെ ഒരു ഹനുമാൻ സ്വാമീൻ്റെയും സുബ്രഹ്മണ്യ സ്വാമീൻ്റെയും അതുപോലെ തന്നെ നാഗത്തിൻ്റെയും ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും തൊഴുതു. പിന്നെ അതിലൂടെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഈ കംഫർട്ട് റൂമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഈ ടോയ്ലറ്റ് പോകുന്നവർക്കും പിന്നെ യൂറിൻ പാസ് ചെയ്യേണ്ടവർക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ട്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതാ പുറത്തൊരു ചേട്ടൻ ചായ വാരുന്നുണ്ടായിരുന്നു. ചായക്ക് 10 രൂപയും കടിക്ക് 12 രൂപയാണ്. അങ്ങനെ ഒരു ചായയും കടിയും കുടിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ചായയായിരുന്നു കേട്ടോ. ഇത് തൃപ്പയാർ അമ്പലത്തിലേക്ക് റോഡിൽ നിന്ന് കയറിനോടത്തിനുള്ള കോർണറിലൊരു ചായപ്പൊടിയാണ്. അങ്ങനെ അതാ തൃപ്പയാർ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ അടുത്തതായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് കൊടുങ്ങല്ലൂരേക്കാണ്. അപ്പോഴത്തേന് തന്നെ ഏകദേശം രാത്രി ആയിന്, ഇരുടായിന്. നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും ശരണം വിളിയൊക്കെ തുടങ്ങി. അങ്ങനെ ദീർഘ നേരം ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ഞങ്ങൾ ലാസ്റ്റ് 7:30 ആയപ്പം കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തിട്ടോ. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വലിയ വിശാലമായ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ചാണ്ട് നടക്കണം അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. എന്താ പതുക്കെ നടക്കുകയാണ്. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ ശ്രീ ലോകാംബിക ഭഗവതി ക്ഷേത്രം. ഇവിടെ ഭദ്രകാളിയുടെ മൂല കേന്ദ്രമായിട്ടാട്ടോ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദേവി ഭക്തരുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാട്ടോ ഈ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രം. കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ കാളി രൂപത്തിൽ സപ്തമാതാക്കളോടൊപ്പം പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. വടക്കോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രമാട്ടോ കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം. അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ. ക്ഷേത്രത്തിൽ അറിയപ്പെടുന്ന മുഖ്യ ഉത്സവം മീനഭരണിയാണ്. കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭഗവതിയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനതകൾ ഒത്തുകൂടുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. അപ്പോൾ അതൊരു നീണ്ട വരിയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. പക്ഷേ ആ വരി വേഗം പോകുന്നുണ്ടായിരുന്നു. പിന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ദേവിക്ക് ചാർത്താനുള്ള പട്ട്, ചന്ദനം, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളും ഉണ്ടായിരുന്നേ. അങ്ങനെ അതാ വരിയൊക്കെ ഏകദേശം ഉള്ളിലേക്ക് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാനും വരി കയറി ഇരുന്ന്. വരി പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി ദേവിയെ തൊഴുതിറങ്ങിയിട്ടുണ്ട്. പിന്നെ
പിന്നെ ഇതാ അമ്പലത്തിന്റെ പുറത്ത് വസൂരിമാലയ്ക്കായിട്ട് വേറൊരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ ഇതാ മഞ്ഞപ്പൊടിയൊക്കെ അവിടെ വെതറിട്ടോ അമ്പലത്തിന്റെ അടുത്ത്. അവിടെയും തൊഴുതു. അങ്ങനെ ക്ഷേത്രം ഒരു ചുറ്റമൊക്കെ ചുറ്റി വന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെറിയൊരു വരിയുള്ളായിരുന്നു. അപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും പിന്നെ കഞ്ഞിയൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പ്ലേറ്റൊക്കെ എടുത്ത് കഞ്ഞി, പുഴുക്ക്, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ നിന്ന് കുടിച്ച്. അത്യാവശ്യം നല്ല കഞ്ഞിയായിരുന്നു കേട്ടോ. നല്ല വിശപ്പുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ദേവീനെ പുറത്തുനിന്ന് ഒന്നുകൂടി തൊഴുതിട്ട് നേരെ പാർക്കിങ്ങിലേക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. സമയം അപ്പോഴത്തേന് 8:20 ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചോറ്റാനിക്കര എന്തായാലും നട തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എല്ലാവരും വരാൻ വേണ്ടി കുറച്ച് ലേറ്റൊക്കെ ആയിട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും എത്തി. ഞങ്ങൾ നേരെ വണ്ടി കയറി വണ്ടി എടുത്തു. അങ്ങനെ ഏകദേശം ഒരു 10:30 ആയിട്ട് ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒന്നാമത് റോഡ് പണി നടക്കണോണ്ടേ. അങ്ങനെ ഇതാട്ടെ ഞങ്ങൾ താമസിക്കുന്ന റൂം ഇന്ന് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്താണ് സ്റ്റേ. അപ്പോൾ ഈ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതിൻ്റെ പേരെന്താ PPC ഹോംസ് എന്നാണ്. ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയാട്ടോ ഈ ഒരു ഹോട്ടൽ വരുന്നത്. അങ്ങനെ ബസ്സിലുള്ള എല്ലാവരും ഇറങ്ങി. റൂമാണെങ്കിൽ ഏറ്റവും ടോപ്പിലാണ് വരുന്നത്. അപ്പം നേരെ റൂമിലേക്കാണ്ട് കയറി. ഞാൻ ലിഫ്റ്റ് നോക്കി നിന്നു, കാരണം നടക്കാനൊന്നും വയ്യായിരുന്നു. അങ്ങനെ റൂമിലെത്തിട്ടോ. ഇതാണ് റൂം. എല്ലാവർക്കും ഓരോ ബെഡ് വീതമായിട്ടുള്ള ഒരു വലിയൊരു ഹാള്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റൂം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ബാത്റൂം ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളിന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയി വരാൻ വിചാരിച്ചു. അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞു കേട്ടത് ഇന്ന് അമ്പലത്തിൽ എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് 11 മണി വരെ അമ്പലം തുറന്നിരുന്നു എന്ന്. ഞങ്ങളവിടെ എത്തിയപ്പോൾ 11 മണിയായി. അമ്പലം അടച്ച്. എന്നാലും അമ്പലത്തിൻ്റെ പുറത്തു കൂടെ ഒന്ന് തൊഴുതു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ സമയം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുന്ന അവിടെ കുറേ ആൾക്കാർ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ചോറ്റാനിക്കര അമ്പലം എറണാകുളം ജില്ലയിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയും പരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നുമായിട്ടുള്ള മഹാലക്ഷ്മിയുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ മഹാലക്ഷ്മിയെ വിഷ്ണുവിനോടൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാലാണ് ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ഇവിടെ ആരാധിക്കുന്നത്. കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെ കീഴ്ക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇക്കാരണത്തിലാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമം ഇവിടുന്ന് ഉടലെടുത്തത്. അങ്ങനെ അമ്പലത്തിന് ചുറ്റോറും പ്രദക്ഷിണമൊക്കെ വെച്ച് കീഴ്ക്കാവിലേക്ക് പോകുന്ന അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ മെയിൻ അമ്പലത്തിൻ്റെ ചുറ്റോറും നിന്ന് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അമ്പലത്തിൻ്റെ പുറത്ത് ദേവസ്വത്തിൻ്റെ റൂമൊക്കെ അവൈലബിൾ ആണ് കേട്ടോ റെൻറ്റിന്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ദേവസ്വമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂമൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പം രാത്രി ആയതുകൊണ്ട് അടച്ചിട്ടതാണ്. പിന്നെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്. പിന്നെ ചെരുപ്പൊക്കെ വെക്കുന്ന കൗണ്ടറും ഉണ്ട് കേട്ടോ. ഒരു ചെരുപ്പ് വെക്കാൻ വേണ്ടി 2 റുപ്യാണ്. പിന്നെ ഈ നടപ്പുരയിൽ രാത്രി വിശ്രമിക്കാനോ കിടന്നുറങ്ങാനോ പാടില്ല എന്നുള്ള ബോർഡൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ടും കുറേ ആൾക്കാരവിടെ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെരുപ്പ് വെക്കണ കൗണ്ടർ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ലഗേജൊക്കെ അവിടെ വെക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പതുക്കെ നടന്നു നീങ്ങി. അപ്പോൾ അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടോ. പൊറാട്ടയും കറിക്കും കൂടി 70 റുപ്യ വാങ്ങിയത്. അത്യാവശ്യം നല്ല പൊറാട്ടയും കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ റൂമിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.